പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ കരങ്ങളെല്ലാം അസ്ഥിരപ്പെട്ടു പോകുമ്പോൾ, മാനുഷ്യമായിരിക്കുന്ന വാക്കുകളെല്ലാം മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ മാറാത്തവനാണ്. എല്ലാവരും നമ്മെ കൈവിടുമ്പോഴും എല്ലാവരും നമ്മളെ മറക്കുമ്പോഴും ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മനുഷ്യരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ മാറാത്തവനാണ്. അപ്രകാരം മാത്രമല്ല, ദൈവം മറക്കാത്ത ദൈവമാണ്. ലോകക്കാരെല്ലാവരും നമ്മെ മറന്നാലും, സ്നേഹിതന്മാരും ഉറ്റവരും ഉടപ്പറപ്പികളും രക്തബന്ധുക്കളും എല്ലാവരും നമ്മെ മറന്നാലും നമ്മെ മറക്കാത്തൊരു കർത്താവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. മനുഷ്യ കരങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ നമ്മെ അന്ത്യം വരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങൾ സുരക്ഷിതനാണെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും മറക്കാത്ത ദൈവമാണ്. നമ്മുടെ ജനനത്തിൻ്റെ ആരംഭം മുതൽ മരണത്തിൻ്റെ വിനാഴിക വരെ നമ്മെ കൈവിടാത്തവനാണ്. നാം എവിടെ ജനിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ആരായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളിയാണെന്നും എല്ലാം സർവശക്തനായ ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പാന്താവുകളിലും നമ്മെ മറക്കാത്ത ദൈവത്തെ ആണ് ഞാൻ നിങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു നാളും നമ്മെ കൈവിടാത്ത ദൈവമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ തിരസ്കരിക്കപ്പെട്ടു പോയി, ഇനി എനിക്ക് മുൻപോട്ടൊരു ജീവിതമില്ല എന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയാണ്, എൻ്റെ കർത്താവ് മാറാത്തവനാണ്, മറക്കാത്തവനാണ്, നന്മയൊന്നും മുടക്കാത്ത ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കർത്താവ്. ആ ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സമ്മിശ്ര ലൈഫുകളിലും സമ്മിശ്രമായിരിക്കുന്ന മേഖലകളിലും നമ്മെ കൈക്കൊണ്ട്, നമ്മെ അന്ത്യം വരെ കൈക്കൊണ്ട് നടത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് യേശുവിൽ നാം ആശ്രയം വെക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് അന്ത്യം വരെ നമ്മെ നടത്തുവാനിടയായിത്തീരും. ജീവിതത്തിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളിലും എല്ലാ മേഖലകളിലും നമ്മെ കൊണ്ടു നടക്കുന്ന കർത്താവ്, നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്. ആ ജീവിതത്തിൻ്റെ മേഖലകളിൽ പലപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിക്കും, കർത്താവെ തകർന്നു പോയല്ലോ, ഇനി മുൻപോട്ടൊരു പ്രതീക്ഷയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുവാനിടയായിത്തീരും. എങ്കിലും ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുക, യേശു മാറാത്തവനാണ്, യേശു മറക്കാത്തവനാണ്, യേശു നന്മയൊന്നും മുടക്കാത്ത ദൈവമാണ്. ആ ദൈവത്തെ പിൻപറ്റുക, ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അന്ത്യവരെ നമ്മെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ടെത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.